ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരപരത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 31 മുതലുള്ള തിരുവചന ഭാഗങ്ങളെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് വന്നിരുന്നത്. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി നമ്മളെ ഉപേക്ഷിച്ച് കളയുകയില്ല. അവിടുന്ന് നമ്മളെ വേദനിപ്പിക്കുന്നെങ്കിലും തൻ്റെ കാരുണ്യാതിരേകത്തിനനുസൃതം നമ്മളോട് ദയ കാണിക്കും. ഈ വചനമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു വന്നത്. അതായത് ഈ പ്രതിസന്ധികളിലൂടെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കടന്നു പോകുന്നെങ്കിലും കർത്താവിൻ്റെ ഒരു കരം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കുക. അതിന് കാഴ്ചകളെക്കാൾ അപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട് വേണം. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങൾ നയിക്കപ്പെട്ടത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണെന്ന് പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 5:17 വചനം പറഞ്ഞു വെക്കുമ്പോഴും ഈ നാളുകളിൽ ചില കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തത നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ സമ്പന്നമാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വെച്ചത് ഇതിനെക്കുറിച്ചാണ്. ഈ ആഴ്ചയിൽ ഇതിൻ്റെ ബാക്കി ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ആത്മാവിൽ ഒന്ന് ജ്വലിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയ നിലങ്ങളിൽ വേരുപാകപ്പെടാൻ ആത്മനദി എന്നിലേക്ക് ഒഴുകിയിറങ്ങണം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, പ്രവാചകന്മാരിൽ നിറഞ്ഞതുപോലെ അപ്പസ്വലന്മാർ നിറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് നിറയണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് കൈകൾ കൂപ്പാം, കണ്ണുകൾ നടച്ച് എല്ലാ ദൈവമക്കളും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകണം. സിഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്ന അപ്പസ്വലന്മാർ ഭയചകിതരും നിരാശരും അസ്വസ്ഥ മാനസരുമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞപ്പോൾ അവരുടെ ജീവിതങ്ങൾ ശക്തിപ്പെട്ടു. പുതിയൊരു അഭിഷേകം അവരിലേക്ക് നിറഞ്ഞു. ഒരു പുത്തൻ ഉണർവ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ലോകത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ മരിക്കാൻ ഉതകുന്ന ഒരു ചൈതന്യം അവരുടെ ജീവിതത്തിൽ പ്രകാശിതമായി. ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ എല്ലാ മനസ്സുകളിലേക്ക് നിറയണം. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാനുള്ള ദാഹത്തോടെ എല്ലാ ദൈവമക്കളും തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ വചനം വിതയ്ക്കപ്പെടുമ്പോൾ വേരുപാകപ്പെടാൻ വേണ്ടിയിട്ട് ഹൃദയ നിലങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആത്മനദി ഒഴുകി ഇറങ്ങട്ടെ. ഞങ്ങളുടെ ഓരോ മനസ്സുകളും അവിടുത്തെ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കണമേ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അത് ഞങ്ങളിൽ ഫലം പുറപ്പെടുവിക്കാൻ ഉതകുന്ന ഒരു ചൈതന്യം ഞങ്ങളിൽ ഉണ്ടാകട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തമായി അഭിഷേകമായി ഇപ്പോൾ വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കാട്ടി, കൈകൾ കൊട്ടി സ്നേഹത്തോടെ ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഓരോ മനസ്സുകളും ആത്മാവിൽ പൂരിതമാകട്ടെ. സിഹിയോൻ ശാലയിലന്നൊരു നാൾ ശ്ലീകരിൽ നിറഞ്ഞ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സിഹിയോൻ ശാലയിലന്നൊരു നാൾ ശ്ലീകരിൽ നിറഞ്ഞ ആത്മാവേ, ശക്തിയോടെ ജ്വലിക്കണമേ, ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. ഓരോ മനസ്സുകളും ജ്വലിക്കട്ടെ. ജ്വലിക്കണമേ, ജ്വലിക്കണമേ പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തിക്കൊട്ടി. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. കൈകൾ ഉയർത്തിക്കൊട്ടിക്കേ. ജീവാഗ്നിയാ എന്നിൽ കൃപയായി ഒഴുകണമേ. കൃപാഗ്നിയായി, കൃപാഗ്നിയായി, പരിശുദ്ധാത്മാവേ, കൃപാഗ്നിയായി നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിറയണമേ. ആമേൻ. ഹല്ലേലൂയ. കൈകൾ വീശി, ഹല്ലേലൂയ, കണ്ണുകൾ അടച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയാനുള്ള ആഗ്രഹത്തോടെ, ദൈവത്തിന്റെ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുകാനുള്ള ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയാൻ, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ
നഗരത്തിൽ തന്നെ വസിക്കുവൻ എന്ന് ഓർമ്മിപ്പിച്ച കർത്താവിൻ്റെ വചനം ഓർത്തുകൊണ്ട് ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് നിറയുമ്പോഴാണ് ഞാൻ ശക്തിപ്പെടുന്ന അവബോധത്തോടുകൂടെ എല്ലാവരും ആത്മാവിൽ പൂരിതരാകുന്ന ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിച്ച് ദാഹത്തോടെ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. അമ്മേ ദൈവമാതാവേ, വചനത്തെ അമ്മ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ മാത്രം ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടാൻ അമ്മേ ഞങ്ങൾക്കായി അമ്മ മധ്യസ്ഥമേകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 18-ാം വചനം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് ഈ കുരിശ് നമുക്ക് മാറാൻ കാരണം എന്താണ്? ഞാൻ പറയും, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണല്ലേ. അപ്പം നമുക്ക് യോഗ്യത ഉണ്ടായിട്ടൊന്നും അല്ല, മറിച്ച് നാശത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാതെ നമുക്കൊക്കെ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് കർത്താവ് കരുണയോടെ കൃപ തന്നിരിക്കുക. നല്ല സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാന്ന്. ഹല്ലേലൂയ. സ്വരമേർത്തി ശക്തിയോടെ പറഞ്ഞ ദൈവമക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനിവാര്യമാണ്. എന്തിൻ്റെ തിരിച്ചറിവുകൾ? അതായത് ജീവിതത്തിലേക്ക് ചില പുത്തൻ വെളിച്ചം നൽകുന്ന തിരിച്ചറിവുകൾ. അതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില തിരിച്ചറിവിൻ്റെ പ്രകാശം ഉള്ളിലേക്ക് കിട്ടുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവികമായ കാഴ്ചപ്പാടുകളിൽ ചിലതൊക്കെ വെളിപ്പെട്ട് കിട്ടുക. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് 1-ാം ലേഖനത്തിലെ 15-19 വചനം നമ്മൾ കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. അപ്പം ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനി ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ കുരിശിൻ്റെ ആ മഹത്വമൊക്കെ നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ ആർക്കാ ഉൾക്കൊള്ളാൻ പറ്റുക? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്തൻ്റെ പിന്നാലെ വരട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളും ഒക്കെ ആകുന്ന ഈ സഹനത്തിൻ്റെ കുരിശെടുത്തുകൊണ്ട് കർത്താവിൻ്റെ പിറകെ ചെല്ലുക. അത് എളുപ്പമുള്ള കാര്യമല്ലെന്നേ. അത് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് ഒരു ദൈവികമായ വെളിച്ചമുള്ളവന് മാത്രമേ ആ കുരിശിനെ എങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ കർത്താവേ ഈ ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് തരണേന്നാ. അത് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രയോജനമില്ല, അത് കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ 17-14 നമ്മൾ വായിക്കുക. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ സംരക്ഷിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാവോ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്? ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് കർത്താവേ അങ്ങയുടെ കരം എന്നെ സംരക്ഷിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ഈ ലോക ജീവിതത്തെ മാത്രം ലക്ഷ്യമാക്കി ഇവിടെ ഒരു വിഷമം ഉണ്ടായാൽ, ഇവിടെ ഒരു സങ്കടം ഉണ്ടായാൽ, ഇവിടെ തെല്ലൊരു സഹനം വന്നാൽ അപ്പം തന്നെ തളർന്നടിഞ്ഞു പോകുന്ന ബലമില്ലാത്ത ഒരു പുൽനാമ്പ് പോലെ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചാൽ പിന്നെന്ത് പ്രയോജനം? അതിനപ്പുറത്തേക്ക്
ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചവനും പ്രത്യാശ അർപ്പിക്കുന്നവനുമൊക്കെ ഇങ്ങനെ പ്രതിസന്ധികളെ മറികടന്ന് മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന കാതലുള്ള വടവൃക്ഷം പോലെയാ. സന്തോഷ് സാർ പറ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വിക്ടർ ഫ്രാങ്ക്ലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വിക്ടർ ഫ്രാങ്ക്ലിൻ വലിയ കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു. വിക്ടർ ഫ്രാങ്ക്ലിൻ തടങ്കൽ പാളയത്തിൽ കൂരിരുട്ടിൽ സകല പ്രതീക്ഷകളും അസ്തമിച്ച് കഴിഞ്ഞിരുന്ന ഒരു നാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഓർക്കണം, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ലോഗോ തെറാപ്പി രൂപപ്പെട്ടത്. കേട്ടിട്ടുണ്ടാകും നമ്മൾ. മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനോഹരമായ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ലോഗോ തെറാപ്പിയെക്കുറിച്ചൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു സന്തോഷം. ഒന്നാമതായിട്ട് ഒരു ഫിസിക്കൽ ഹാപ്പിനെസ് മനുഷ്യൻ ആഗ്രഹിക്കും അല്ലേ? ഒരുപാട് തരത്തിലുള്ള ഫിസിക്കൽ ഹാപ്പിനെസ്. അതൊരു ലൈംഗികതയുടെ കാര്യത്തിൽ മാത്രം തളയ്ക്കണമെന്നൊന്നുമില്ല. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇങ്ങനെ കുറേ ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിച്ച് നമുക്കൊരു സന്തോഷമുണ്ടോ? സന്തോഷം ഉണ്ടാകുകയില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതും മടുക്കും. ഇനിയിപ്പോൾ എന്നാ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാലും നിരന്തരമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരുന്ന പിന്നെ അതിനകത്ത് രസമുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഫിസിക്കൽ ഹാപ്പിനെസ്സിന് വളരെ വലിയ ലിമിറ്റേഷനുണ്ട്, വലിയൊരു അതിർത്തി ഉണ്ട് അതിന്. എത്ര ആസ്വദിച്ചാലും അത് പരിമിതമാണ്. രണ്ടാമതൊന്ന് ഒരു സൈക്കോളജിക്കൽ ഹാപ്പിനെസ്സാണ്, സൈക്കോ തെറാപ്പി. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കുകയാണ്. മാനസിക സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ വലിയൊരു പരിമിതിയുണ്ട് അതിനില്ലേ? എത്രയേറെ സന്തോഷമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതായ മാനസിക സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളും ഒരു പരിധിയിൽ അവസാനിച്ചു. എന്നിട്ട് അദ്ദേഹം വലിയൊരു കാഴ്ചപ്പാടോട് പറയാണ്, എക്സിസ്റ്റിംഗ് ഹാപ്പിനെസ്, നിലനിൽക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹാപ്പിനെസ് ആണ്. അതായത് ദൈവത്തെ വ്യക്തമായിട്ട് കണ്ടെത്തിയ ഒരു വ്യക്തി, ദൈവത്തെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തി, ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതിനെ പിടിച്ചു കെട്ടുക സാധ്യമല്ല, അതിനെ ഒന്ന് തളച്ചിടുക സാധ്യമല്ല. കാരണം അത് അവൻ്റെ ഉള്ളിൽ നിലയ്ക്കാത്ത ഒരു ജ്വാലയാ. അത് അവൻ്റെ ഉള്ളിൽ എപ്പോഴും നിരന്തരം ജ്വലിച്ചുകൊണ്ടിരിക്കുക. എത്ര അനുഭവിച്ചാലും മതി വരാത്ത ഒരു നിരന്തര സന്തോഷം. സ്വരമേരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ഹാപ്പിനെസ് ആണ് നമ്മുടെ ജീവിതത്തിൽ അനുയോജ്യം. ഒരു നാസ്തികന്, ഒരു യാഥാസ്ഥിക ചിന്താഗതിക്കാരന് അവൻ്റെ ജീവിതത്തിൽ ഇത് അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അവൻ്റെ ഗതികേട് കൊണ്ട് അവൻ പറയാണ്, ദൈവത്തിലുണ്ടോ സന്തോഷമുള്ളൂ? ദൈവമുണ്ടോ? ദൈവമക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കേട്ടതിന് ഫലമായിട്ട്, ധ്യാനം കൂടിയതിന് ഫലമായിട്ട്, ഒരാത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തതിന് ഫലമായിട്ട്, പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ഫലമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലേ? എവിടെയെങ്കിലുമൊക്കെ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീണ്ടും വീണ്ടും അത് പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമല്ലേ നമ്മളിങ്ങനെ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ, ധ്യാനം കൂടാനായിട്ട്, വചനം വായിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ശരിക്കും പ്രേരിപ്പിക്കുന്നത്? എന്തോ ഒരു ശൂന്യത നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നില്ലേ? എന്താണ് ആ ശൂന്യത? അതാണ് ഈ നികത്താനാകാത്ത ഒരു വിടവ്. എവിടെയൊക്കെയോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ സാധ്യമല്ലെങ്കിൽ അവൻ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അഗസ്തീനോസൊക്കെ പറഞ്ഞു വെച്ചത്, ദൈവമേ നീ എന്നെ നിനക്കായിട്ട് സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അപ്പോൾ ഒരു മനസ്സ് അസ്വസ്ഥമാണ്. ദർ ഇസ് എ ഗോഡ് സ്പോട്ട് ഇൻ എവരി മാൻ. ഒരു ദൈവികമായ പ്രതലമുണ്ട്. ഐൻസ്റ്റീനൊക്കെ സൂചിപ്പിച്ച് വെക്കുന്നത് പോലെ ഈ ലോകത്തിൽ എവിടെയോ ഒരു സ്പിരിറ്റ് ഉണ്ട്. എന്താണ് എന്ന് ഒരുപക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല എങ്കിലും വ്യക്തമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസ തലങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഈ നാസ്തികരും നിരീശ്വര ചിന്താഗതികരുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില കൊട്ടേഷൻസ് എടുത്ത് ചിലത് വിട്ടുകളഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരീശ്വര ചിന്തകൾ പടർത്താനായിട്ട് പരിശ്രമിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് കൈവിടാതെ പോകുന്ന ഒരാനന്ദമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിലുള്ള ആനന്ദമാണ്. സ്വരമേരത്തിൽ പറ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സ്നേഹത്തോടെ പറ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് ജീവിതത്തിൽ സഹനമോ പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടായാലും അതിനെ ഇങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്തുണ്ടാകും ഒരുത്തൻ്റെ ജീവിതത്തിൽ. ഈ ജോബിൻ്റെ പുസ്തകമൊക്കെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നീതിമാൻ എന്തിനു സഹിക്കണം? ഇതല്ല ജോബിൻ്റെ പുസ്തകം ഉയർത്തുന്ന ഒരു ചോദ്യം. നീതിമാൻ എന്തിനു സഹിക്കണം? നോക്ക്, വളരെ നീതിമാനായിട്ട് ജീവിക്കുക ജോബ് ദൈവത്തോട് പരാതി പറ, ദൈവം എന്തിനാണ് ഈ സഹനങ്ങൾ? ദൈവം ജോബിനോട് ചോദിക്കുന്ന നിസ്സാര ചോദ്യങ്ങളുണ്ട്, ജോബിന് മറുപടിയില്ല. അവിടാണ് ജോബ് പരാജയപ്പെടുക. ഒരുപക്ഷെ ദൈവം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ നിസ്സാര ചോദ്യങ്ങൾക്ക് പോലും ഉത്തരമില്ലെങ്കിൽ പിന്നെ ഗഹനമായ ചോദ്യങ്ങൾക്ക് എവിടെയാണ് ഉത്തരവുള്ളത്?
എന്നിട്ട് എവിടെയോ ജോബ് കണ്ട ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ ബൈബിൾ ഭാഷ്യത്തിലൊക്കെ അത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഒരു ദർശനമായിരുന്നു എന്നൊക്കെ ബൈബിൾ പണ്ഡിതന്മാർ വ്യത്യസ്തമായ വീക്ഷണത്തോടു കൂടെ പറയാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നിതാണ്, അതായത് ക്രിസ്തുവിൻ്റെ സഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനുഷികമായ തലത്തിലൊരു ഉത്തരവില്ല അതിന്, പക്ഷേ അതിനൊരു ഉത്തരമുണ്ട്. അതൊരു ദൈവിക രഹസ്യമാണ്. അത് ഉൾക്കൊള്ളണമെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കണം. പറയാവോ ഹല്ലേലൂയ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാവോ ഹല്ലേലൂയ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്? നമുക്ക് ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ലോകത്തിൻ്റെ കുറേ കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടോ അതിനെ വിമർശിച്ചുകൊണ്ടോ അതിനെ കുറ്റം വിധിച്ചുകൊണ്ടോ എൻ്റെ ജീവിതത്തിൽ പ്രയോജനമില്ല. മറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞൊന്ന് ചിന്തിക്കേണ്ട നാളുകളായത്. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 40-41 വചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്നായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. ഇവിടെ ദൈവത്തിൻ്റെ കുറ്റം, ദൈവമില്ല, അവൻ്റെ കുഴപ്പം, ഇവൻ്റെ കുഴപ്പം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമല്ല ഇത്. നമുക്ക് നമ്മുടെ വഴി സൂക്ഷ്മമായി പരിശോധിക്കാം, നമ്മുടെ കുഴപ്പങ്ങൾ കണ്ടെത്താം. എവിടാണ് എൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ചിലതുള്ളത് എന്ന് കണ്ടെത്താനായിട്ടുള്ള ദിനങ്ങളാണ്. ആ നാണയം നഷ്ടപ്പെട്ട സ്ത്രീയുടെ കണക്ക്. അവളിങ്ങനെ തൻ്റെ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ചു വെച്ച് ആ വീട് അടിച്ചു വാരി ആ നാണയം കണ്ടെത്തുവോളം അതിനെ അന്വേഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വിളക്കുകൾ കത്തിച്ചു വെച്ച് നമ്മൾ അടിച്ചു വാരി അന്വേഷിക്കേണ്ട ദിനങ്ങളായത്. പ്രിയപ്പെട്ടവരെ, മതനേതാക്കളിലോ രാഷ്ട്രീയ അധികാരികളിലോ ലോകത്തിലെ മറ്റ് ഏതൊരു വ്യക്തികളിലോ സാഹചര്യങ്ങളിലോ പ്രസ്ഥാനങ്ങളിലോ അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാളുകളിൽ കുറ്റം വിധിക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യേണ്ടത്. മറിച്ച് എൻ്റെ ചങ്കില, എൻ്റെ ഉള്ളില പരിശോധന നടത്തേണ്ടത്. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുക, സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. വെറുതെ ഇങ്ങനെ ഭാഗ്യമായ ഒരു പരിശോധന നടത്തി പോകുന്നവരാണ് നമ്മൾ. പോരാ, നമ്മുടെ വഴികളെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട നാളുകളാണ് ഇത്. ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കേണ്ട കാലങ്ങളാണ് ഇത് എന്ന് തിരിച്ചറിയണം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന സത്യം അത് മാത്രമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടെ പീലാത്തോസ് കലർത്തി എന്ന വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിക്കുക. ഈശോ സമയത്ത് 2 സംഭവങ്ങളെ എടുത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അവർ മറ്റെല്ലാവരെയും പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കൂട്ടിച്ചേർത്തു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. വീണ്ടും സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് കൊല്ലപ്പെട്ടു. അവരന്ന് ജെറുസലമിൽ വസിച്ചിരുന്ന എല്ലാവരെയും പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കാൻ പോകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് എന്ന് ഒരുത്തനിത് വളച്ചൊടിച്ചാൽ ശരിയാവുമോ? ഇല്ല. മറിച്ച് എന്താണ് പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം? നിൻ്റെ ജീവിതത്തിൽ നീ ആത്യന്തികമായിട്ട് ചില ആത്മശോധനകൾക്ക് വിധേയമായി നിന്നെ തന്നെ ഒന്ന് പരിശോധിച്ച് പശ്ചാത്താപത്തിൻ്റെ ചില ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട നാളുകളായത്. ഈ ആത്യന്തിക സത്യമാണ് നമ്മുടെ ചങ്കിലേക്ക് തറയ്ക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. വേറൊന്നുമല്ല പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ വരുത്താനായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ലോകത്തിൻ്റെ ഈ നാളുകളിലെ പോക്കെങ്ങോട്ടായിരുന്നു? ലോകത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടായിരുന്നു? മനുഷ്യൻ പാപത്തിൽ മുഴുകി മ്ലേച്ഛതകളിൽ സന്തോഷിച്ച് സകല തരത്തിലുള്ള അധാർമികതകളും പ്രവർത്തിച്ച് പോകുന്ന ഒരു കാലഘട്ടം. ഈ കാലത്തിൻ്റെ ഒരു ശാപമല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്? ഞാൻ ലോകത്തിലെ പലരുടെയും കൂട്ടല്ല, എനിക്ക് അത്രയും വലിയ കുഴപ്പമൊന്നുമല്ല എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് നമുക്ക് സൂക്ഷ്മമായിട്ട് നമ്മുടെ വഴികളെ പരിശോധിക്കണം. കാരണം ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല ഈ ജീവിതം. ഞാൻ പശ്ചാത്താപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട ദിനങ്ങളായത്. ഞാൻ എനിക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി ചങ്കുപൊട്ടി കരയേണ്ട ദിനങ്ങളായത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൽ അതിൻ്റെ 22-23 വചനങ്ങളിൽ ഈ അബ്രാഹാം ഇങ്ങനെ സോദോം ഗൊമോരയുടെ മേലുള്ള ശിക്ഷ മാറ്റാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ശിക്ഷിക്കാതിരിക്കുമോ? 40 ആണെങ്കിലോ 30 ആണെങ്കിലോ? അവസാനം വന്ന് 10 നിൽക്കുക.
അതുപോലും കണ്ടെത്താൻ സാധിക്കാത്ത അബ്രാഹത്തിൻ്റെ ദയനീയതയുണ്ട്. ഇന്ന് 10 നീതിമാന്മാരാണോ പ്രിയപ്പെട്ടവർ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നീതിമത്തായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? വിലയിരുത്തേണ്ട നാളുകളായത്. ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ദിനങ്ങൾ. നെഹമ്യയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നെഹമ്യ എന്ന് പറയുന്ന വ്യക്തി അർട്ടാക്സർക്സസ് രാജാവിൻ്റെ പാനപാത്രവാഹകനാണ്. എല്ലാ സുഭിക്ഷമുണ്ട്. പക്ഷേ തൻ്റെ സ്വന്തമായ യഹൂദ ജനത എല്ലാ തരത്തിലും കഷ്ടതയിലും ഞെരുക്കത്തിലുമാണ് എന്നറിയുന്ന നെഹമ്യ, അവൻ സുഭിക്ഷത്തിലും സൗകര്യത്തിലും കഴിയുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഈ വാർത്ത കേൾക്കുമ്പോൾ അവൻ ചങ്കുപൊട്ടി കരയുക. ജെറുസലം കവാടങ്ങൾ അഗ്നിക്കിരയായി കിടക്കുന്നു, അതിൻ്റെ കോട്ടകൾ തകർന്നു കിടക്കുന്നു. ഇത് കേട്ട് നെഹമ്യ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവൻ ചാക്കൊടുത്ത് ചാരം പൂശി ദിനങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. സ്വർഗസ്നായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കുന്നത് നെഹമ്യായുടെ വിലാപത്തിൻ്റെ ഒരു ഉത്തരമെന്ന കണക്കാണ്. വീണ്ടും മക്കമാരുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലുമൊക്കെ മത്താത്യാസ് ആ കാലങ്ങളിൽ സംഭവിക്കുന്ന അധാർമികതയോർത്ത് മൂല്യച്യുതിയോർത്ത് ദൈവസന്നിധിയിൽ വിലപിക്കുന്നുണ്ട്. അതിനുത്തരം യവന ചിന്താഗതികളെ മുഴുവൻ മറികടന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച മത്താത്യാസിനും സൈന്യത്തിന് ലഭിക്കുന്ന വിജയമാണ്. എസ്തറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായി ആ സമയത്ത് തൻ്റെ ജനത്തിന് വേണ്ടി വിലപിക്കുന്നുണ്ട്. ബുദ്ധിപൂർവം ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ ജനത്തിനുണ്ടാകുന്ന വലിയ വിജയം നമ്മൾ കണ്ടെത്തുന്ന സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ വിലപിക്കാൻ ആളുകളില്ല. എസെക്കിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നീ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ നഗരത്തിലെ മ്ലേച്ഛതകളോർത്ത് വിലപിക്കുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ നെറ്റിയിൽ അടയാളമുള്ള ആരെയും സംഹരിക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ വിലപിക്കുക എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ പാപങ്ങളോർത്ത്, ലോകത്തിൻ്റെ പാപങ്ങളോർത്ത് ദൈവസന്നിധിയിൽ കരയുന്നവരെ കുറിച്ച് പറയുന്നതാണ്. ഈ നാളുകളിൽ നമ്മൾ ബോധ്യമുള്ള ദൈവമക്കൾ മറ്റു തരത്തിലുള്ളതായ വിഡ്ഢി ചിന്താഗതികളിലേക്ക് കടന്നു പോകാതെ ദൈവസന്നിധിയിൽ വിലപിക്കേണ്ട നാളുകളാണ്. നമുക്കും ലോകം മുഴുവന് വേണ്ടി, പെരുകുന്ന തിന്മകൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന വീഴ്ചകളോർത്ത് ചങ്കുപൊട്ടി കരഞ്ഞ് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കേണ്ട കാലങ്ങളാണ്. ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവേ, ലോകത്തോട് ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് കരുണ തോന്നണമേ. ദൈവസന്നിധിയിൽ എല്ലാ മക്കളും വിലപിച്ച് ദൈവത്തിൻ്റെ കരുണ ചോദിച്ചു വാങ്ങേണ്ട ദിനങ്ങളാ. ദൈവം ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാതെ രക്ഷിക്കുന്ന ഒരു ദൈവമാ. ആ ദൈവത്തിൻ്റെ കരുണയെ അഭയം പ്രാപിക്കേണ്ട നാളുകളാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ ദൈവകാരുണ്യത്തിൽ ശരണപ്പെടാം, ദൈവശക്തിയിൽ ആശ്രയിക്കാം. കാരുണ്യവാനായ കർത്താവ്, ഇന്നും ജീവിക്കുന്നവനായ ദൈവം, നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവം, കൂടെയുള്ള അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, കരുതലുള്ള, നമ്മളെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവം ഈ ദിനങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കും. ദൈവസന്നിധിയിൽ വിലപിക്കാനായിട്ട് നമ്മൾ മനസ്സായാൽ ഈ ദിവ്യകാരുണ്യ ആരാധന മധ്യേ കർത്താവിൻ്റെ വലിയ കരുണ വിളിച്ചപേക്ഷിച്ച് നമുക്ക് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, എളിയവനായ എന്നോട്, എൻ്റെ കുടുംബത്തോട്, ഈ ലോകം മുഴുവനോട് അങ്ങയുടെ വലിയ കാരുണ്യം അവിടുന്ന് പ്രകടമാക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തീക്ഷ്ണതയോടെ ഈ ആരാധന മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹിക്കും. നമ്മുടെ കണ്ണീരിന് ദൈവം അറുതി വരുത്തും. വിശ്വസിക്കാം, പ്രത്യാശിക്കാം, ആ ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കരങ്ങളെ യാതനാരൂപത്തിൽ പിടിച്ച് സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, സൗഖ്യപ്പെടുത്താൻ ശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, മരണത്തിന് മേലെ വിജയം നേടിയ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, രോഗാവസ്ഥകളും ജീവിത സങ്കടങ്ങളും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളും സ്വകാര്യ ദുഃഖങ്ങളും പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുകയാണ്. എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേക്കിടുന്നു. എല്ലാ ദുഃഖങ്ങളും സ്വകാര്യ നൊമ്പരങ്ങളും എൻ ജീവിത ദുഃഖങ്ങൾ മനസ്സിനെ അകലപ്പെടുന്ന ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്നു. തിരുക്കൈകളിലേക്കിടുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു.
നീ വരണേ കർത്താവേ. നാഥാവരേണമേ. കർത്താവ് കടന്നു വരട്ടെ. ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളെ അവിടെ അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവനിലേക്ക് സൗഖ്യത്തിന്റെ കര നീട്ടട്ടെ. ശക്തി ഗലീലയെ ചുറ്റി സഞ്ചരിച്ച കർത്താവിന്റെ ശക്തി അനേകരിലേക്ക് ഒഴുകട്ടെ. അവിടുത്തെ അസൗഖ്യദായകമായ കര നീട്ടട്ടെ. നാഥാവരണമേ വീണ്ടും പ്രാർത്ഥിച്ചു. സൗഖ്യം തരേണമേ. ഈശ്വര ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. എല്ലാവരും സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുകുത്തുകയും മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്ത സ്നേഹത്തോടെ കർത്താവിന് ആശീർവാദം സ്വീകരിക്കുകയാണ്. അവിടുത്തെ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ ജീവിതത്തിലേക്ക്, ലോകം മുഴുവനിലേക്കും ഇപ്പോഴൊരു ദൈവിക ഇടപെടൽ സംഭവിക്കുന്ന വിശ്വാസത്തോടെ വേണം നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ. പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദം കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കർത്താവേ, ഇവർ ഓരോരുത്തരും ഇപ്പോൾ ഇവരായിരിക്കുന്ന കുടുംബങ്ങള്, ഇവരായിരിക്കുന്ന ഇടങ്ങള്, ജീവിത സാഹചര്യങ്ങള്, ഇവരുടെ ദുഃഖങ്ങള്, സന്തോഷങ്ങള് ഓരോന്നിനെയും കർത്താവ് നീ ഇപ്പോൾ കൈനീട്ടി ആശീർവദിക്കണം. ലോകം മുഴുവന്റെ പേര് കാരുണ്യത്തിന്റെ കൈകളുടെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകർ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനോട് സംഭവിക്കട്ടെ. അതിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകുന്ന വചനം അന്വർത്ഥമായി സംഭവിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.